പക്ഷെ അത് രണ്ടും ഏറെക്കുറെ കൈക്കൂലെന്ന് പറയാൻ പാടില്ല വേണമല്ലേ. ഇപ്പൊ പരിചയം ഇപ്പം ഞാൻ പേഴ്സണലി അല്ല അങ്ങനെ ഞാൻ പരിചയം ഉള്ളത് കൊണ്ട് എനിക്ക് പേഴ്സണലി അശ്വന്തിനെ പരിചയമുള്ള ആള് വിളിച്ചു പറഞ്ഞ അല്ല, അശ്വന്ത് നാളെ മാറ്റിയ ഇല്ല 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 സിനിമ ഏതാന്ന് എനിക്കറിയാം. അതായിക്കോട്ടെ, അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു ആത്മഹത്യ ഭീഷണി കൊണ്ട് മാറ്റിയതല്ല അത്, ഏതാ അവരുടെ സിനിമ അല്ല, ഞാൻ ഒരാളെ മാത്രമല്ല ഞാൻ പറഞ്ഞത്. അല്ല. ഓക്കെ. ഞാൻ 1-2-3 സിനിമകൾ ചെയ്തിരുന്നിട്ടുണ്ട്. അതൊക്കെ ചെറിയ സിനിമകളാണ്. വലിയ സിനിമകൾ എന്തായാലും നമുക്ക് എനിക്ക് തന്നെ കാണേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പേരെടുത്ത് പറയുന്നത് ഒമർ ലുലുവിൻ്റെ ആണ്. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള പുള്ളി. എനിക്ക് ഞാൻ സിനിമ റിവ്യൂസ് ചെയ്യുന്നതിന് മുൻപേ ഞങ്ങൾ ഭയങ്കര അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ സിനിമ ഞാൻ ചെയ്യാറില്ല. മറ്റ് നിങ്ങൾ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു 3 സിനിമകൾ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നാളെ വേറെ ആരും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ നാളെ സുമേഷിൻ്റെ സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും റിവ്യൂ ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കോണ്ടെക്സ്റ്റിൽ നമുക്ക് 100% നിങ്ങൾ കൈക്കൂലി എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് 100% ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു ആത്മഹത്യയോ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ലൈഫ് ലോങ് നമ്മൾ പിന്നെ അത് ആത്മഹത്യ ഭീഷണി എന്നല്ല, അവര് തീർന്ന് തോന്നി വിടുന്നതാണ്. അത് വലിയ സിനിമയല്ല. 50 കോടി 100 കോടി ഒരാൾ മുടക്കിയിട്ട് ഇത് അയാളോട് ആര് പറഞ്ഞിട്ട് ഇത്രയും മുടക്കാൻ നമുക്ക് ചെറിയ ഇത് ഒരുപാട് സിനിമകൾ ചെയ്യാൻ നഷ്ടം പറ്റി. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള പറയുന്ന സമയത്ത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ 3 സിനിമയാണ് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുള്ളൂ. സിനിമയുടെ പേര് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. 3 സിനിമ നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഇൻസൈഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ. കറക്റ്റായിട്ട് 3 സിനിമ